ഹലോ, ദിശ അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ക്യൂർ റിവിഷൻ സീരീസ് ആണ് നോക്കുന്നത്, അതും RPFൻ്റെ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ RPFൻ്റെ എക്സാം നെക്സ്റ്റ് വീക്ക് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രിപ്പറേഷനിലായി അല്ലേ? അപ്പോൾ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു റിവിഷൻ വേണ്ടേ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, എന്തൊക്കെ ഇനി അഡീഷണൽ പഠിക്കാനുണ്ട്, അതൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് റിവിഷനാണ് നമുക്ക് ആദ്യമേ വേണ്ടത്. നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ആകെ ഇനി ഒരു ആഴ്ചയാണ് നമുക്കുള്ളത്. നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സമാധാനമായിട്ട് ഒരു മാനേജ്മെൻറ്റാണ് വേണ്ടത്. ടൈം മാനേജ്മെൻറ്റ് നന്നായിട്ട് നോക്കുക. അതേപോലെ തന്നെ കൂളായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ആൾക്കാരും ഈ ഒരു സമയത്ത് ടെൻഷൻ അടിച്ച് പല പല അസുഖങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സമാധാനമായിട്ടിരിക്കുക. പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ടെൻഷൻ അടിക്കരുത് ഒരുപാട്. അതേപോലെ തന്നെ റിവിഷൻ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഒരാഴ്ച എന്ന് പറഞ്ഞാൽ റിവിഷൻ്റെ സമയമാണ്. ഇക്വേഷൻസ് എല്ലാം നന്നായിട്ട് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ തിയറി സബ്ജക്റ്റ് ആണെങ്കിൽ തിയറികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. എന്തായാലും നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, എ നമ്പർ വെൻ ഇൻക്രീസ്ഡ് ബൈ 47 1/2% ഗിവ്സ് 590. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം തരാം ചെയ്യാനായിട്ട്. നിങ്ങളത് ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മിനിറ്റ് തരാം. ഇത് ചെയ്യാനായിട്ട് 1 മിനിറ്റ് തരാം. പെട്ടെന്ന് ചെയ്തേ. പെട്ടെന്ന് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എ നമ്പർ വെൻ ഇൻക്രീസ്ഡ് ബൈ, ആദ്യമേ 100 ആയിരുന്നു, അത് പിന്നെ എത്രയായി? 47 1/2 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 47.5 എന്ന് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ 147.5 ആയി. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ചെയ്തതിന് ശേഷമാണ് 590 ആകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 100 യൂണിറ്റ് ആയിട്ട് എടുത്തു. അതാണെങ്കിൽ 47 1/2 ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞാൽ 147.5 ആണ് റീച്ച് ആയേക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുക 147.5 യൂണിറ്റ്. അതാണ് 590 എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 590 ഡിവൈഡ് ബൈ 147.5 ആണ്. നമുക്ക് വേണ്ടത് ആ നമ്പറാണ്. നമ്പർ എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റ് ആയിട്ടല്ലേ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 100 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 590 ഡിവൈഡഡ് ബൈ 147.5 ഇൻറ്റു 100. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? പോയിന്റ് ഇവിടെ മാറ്റാൻ വേണ്ടി ഇൻറ്റു 10 കൊടുക്കുക, മുകളിൽ ഇൻറ്റു 10 കൊടുക്കുക. അപ്പോൾ 590 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 1475. ഓക്കെ, ഇത് രണ്ടും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് 125 വെച്ച് ക്യാൻസൽ ചെയ്യാം. 25 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു 40 കിട്ടും. ഇവിടെ ആണെങ്കിൽ 125, 5 വെച്ചിട്ട് 125 വരും. പിന്നെ ഇവിടെ ഒരു ബാലൻസ് 22 ഉണ്ട്. 22 5 കൂടെ 225 വരും. 225 ആകുമ്പോൾ ഇവിടെ ഒരു 9 വരും. ഇത് രണ്ടും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ ഒരു 10 വരും. ആൻസർ എന്താ? 400. 400 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ എ 400. അപ്പോൾ ചെയ്യുന്ന മനസ്സിലായോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? 100 യൂണിറ്റ്, ഒരു നമ്പറിനെ നമ്മൾ 100 യൂണിറ്റ് ആയിട്ട് അസ്യൂം ചെയ്തു. അതിനെ 47 1/2% ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ അത് ആ നമ്പർ എത്രയായി? 147.5% ആയി. അപ്പോൾ 147.5 യൂണിറ്റ് ആയപ്പോഴാണ് അതിൻ്റെ വാല്യൂ 590 ആയി എന്ന് പറയുന്നത്. അവിടെ നിന്ന് 1 യൂണിറ്റിൻ്റെ വാല്യൂ 590 ഡിവൈഡഡ് ബൈ 147.5 ആണെന്ന് മനസ്സിലായി. അപ്പം നമുക്കിവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ 400 റുപ്പീസാണ്, അല്ലെങ്കിൽ 400 ആണ് ആ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കിയേ. ഇഫ് 10% ഓഫ് 24% ഓഫ് എക്സ് ഈസ് 240 ദെൻ എക്സ് ഈക്വൽ ടു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിച്ചേ. വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിച്ചേ. അതിൻ്റെ വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിച്ചേ.
കുറച്ച് സമയം ഞാൻ തരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എത്രയായി? 10% എന്ന് പറഞ്ഞാൽ 10/100, ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 24/100, ഓഫ് എക്സ് ഇൻറ്റു എക്സ് ആണ് 240 എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് നിന്ന് ക്യാൻസൽ ചെയ്ത് പോയി 24 ക്യാൻസൽ ഇവിടെ ഒരു 10 വരും. ഇവിടെ എക്സ് ഈക്വൽ ടു 10 ഇൻറ്റു മേളിൽ ഈ 100, ഇവിടെ ഡിവിഷനായിട്ട് കിടക്കുന്ന 100 അപ്പുറത്ത് പോവും, 10 ഇപ്പുറത്ത് വരും. നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര? 100. എത്ര സീറോ ഉണ്ട്? 4 സീറോ ഉണ്ടെന്ന് പറഞ്ഞാൽ 10,000 അല്ലേ നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇതെല്ലാവരും ചെയ്ത് കാണും, എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനായിട്ട് നോക്കിയേ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 48% ആൻഡ് 38% ഓഫ് എ നമ്പർ ഈസ് 354. വാട്ട് ഈസ് 58% ഓഫ് ദാറ്റ് നമ്പർ? ഇതാണ് ചോദ്യം. പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കിയേ. പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കിയേ, കുറച്ച് സമയം ഞാൻ തരാം. ഓക്കെ, ചെയ്തു തുടങ്ങാം. 48%ഉം 38%ഉം തമ്മിലുള്ള വ്യത്യാസം ആണ് 354 എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള വ്യത്യാസം 10%. 10% 354 എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ നിന്ന് 1% കണ്ടുപിടിക്കാം. 354 ഡിവൈഡഡ് ബൈ 10 ആണ് 1%. വാട്ട് ഈസ് 58% ഓഫ് ദാറ്റ് നമ്പർ? 58% ഓഫ് ദാറ്റ് നമ്പർ ആണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 354 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 58. ഒരു യൂണിറ്റിൻ്റെ 1% അറിയാമെങ്കിൽ 58% ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുക? 58 ചെയ്യുക. അപ്പോൾ 354 ഇൻറ്റു 58 ഡിവൈഡ് ബൈ 10 ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഡിജിറ്റ് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. 8 ഇൻറ്റു 4 32 അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 0.2 ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ഡി ആയിരിക്കും. ഇങ്ങോട്ട് കുറച്ച് നമ്പർ കാണും, പക്ഷേ ലാസ്റ്റ് നമ്പർ 2 ആയതുകൊണ്ട് തന്നെ ഇത് ഡിവൈഡ് ബൈ 10 ആകുമ്പോൾ 0.2 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് നമുക്ക് വരിക. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നോക്കിയേ. 2 numbers A and B are less than a third number by 15% and 32% respectively. By what percentage is the number B less than number A? ഇതാണ് ചോദ്യം. സമയം കഴിഞ്ഞു. കുറച്ച് നേരം ആയില്ലേ? ഇല്ല, കുറച്ച് സമയം കൂടെ തരാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എയും ഉണ്ട്, ബിയും ഉണ്ട്, സിയും ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് പറഞ്ഞാൽ 2 numbers A, B and C are less than the third number. അല്ല, A, B are less than the third number. എയും ബിയും തേർഡ് നമ്പറിനെക്കാട്ടിയും ലെസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 100 യൂണിറ്റ് ആയിട്ട് അസ്യൂം ചെയ്യാം തേർഡ് നമ്പർ ആയിട്ടുള്ള സി.
അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിൽ എ എന്ന് പറഞ്ഞാൽ 15% സീനെക്കാട്ടിയും ലെസ് ആണ് എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റിൻ്റെ എത്ര ശതമാനം എടുത്താൽ മതി? 85% എടുത്താൽ മതിയല്ലോ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇവിടെ എന്ത് വരും? 85. ഇനി അടുത്തത് 100 യൂണിറ്റിൻ്റെ 32% കുറഞ്ഞാണ് അടുത്തതെന്ന് പറയുന്നത് 32%. 30% ആകുമ്പോഴേ 70 വരത്തുള്ളൂ 100-ൻ്റെ. ഇനി അവിടെ രണ്ടും കൂടെ ആകുമ്പോൾ 68. ബൈ വാട്ട് പെർസെൻറ്റേജ് ഇസ് ബി ലെസ് ദാൻ എ എന്നാണ് ചോദ്യം. ബി എനെക്കാട്ടിയും എത്ര കുറവാണ്? ഇവിടെ എത്രയുടെ വ്യത്യാസമുണ്ട്? 17-ൻ്റെ വ്യത്യാസം ഇല്ലേ? 70 ആയിരുന്നെങ്കിൽ ഇതിൻ്റെ 15 വരും. ഇപ്പോൾ ഒരു രണ്ടും കൂടെ ഇല്ലേ? അപ്പോൾ 17-ൻ്റെ വ്യത്യാസമുണ്ട്. ബി ഇസ് ലെസ് ദാൻ ദ നമ്പർ എ എന്നാണ് ചോദിച്ചേക്കുന്നത്. എ വെച്ചാണ് കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ വരേണ്ടത് 85 അല്ലേ? എ എന്ന് പറയുന്ന നമ്പർ അല്ലേ? എന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ അല്ലേ ചോദിച്ചേക്കുന്നത്? അപ്പോൾ 17 ഡിവൈഡ് ബൈ 85 ഇൻറ്റു 100. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുക. ഇവിടെ ഒരു 5 വരും. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുക. നമുക്ക് എത്ര കിട്ടുന്നത്? 20. അപ്പോൾ ഓപ്ഷൻ എ അല്ലേ നമുക്ക് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ. ഓപ്ഷൻ എ കിട്ടിയില്ലേ? 20 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് ചെയ്യാനായിട്ട് നോക്കിക്കേ. ചെയ്യാനായിട്ട് നോക്കിക്കേ. Okay, a number is first decreased by 20%, then increased by 15%. The number so obtained is 64 less than the original number. Find the original number. അപ്പോൾ ആദ്യമേ ഒരു നമ്പറിനെ 20% എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. പിന്നെ അതിനെ 15% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നമ്പറിനെക്കാട്ടിയും 64 കുറവാണ്. അപ്പോൾ ഒറിജിനൽ നമ്പർ എത്ര എന്നാണ് ചോദ്യം. ആ നമ്പറിനെ ഡിക്രീസ് ചെയ്യുന്നു 20%. ഡിക്രീസ് ചെയ്യുന്നു 20% എന്ന് പറഞ്ഞാൽ എന്താണ്? സക്സസീവ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്കിവിടെ ചെയ്തുകൂടെ? ഓവറോൾ ആ നമ്പറിന് എന്താണ് സംഭവിക്കുന്നത്, എത്ര പെർസെൻറ്റേജ് ആണ് ആ നമ്പർ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സക്സസീവ് മെത്തേഡ് യൂസ് ചെയ്തുകൂടെ? സക്സസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസിൽ ഡിക്രീസ്ഡ്, എ നമ്പർ ഇസ് ഡിക്രീസ്ഡ് ബൈ 20%, ദെൻ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 15%. അതാണ് രണ്ടാമത്തെ കേസ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ നെറ്റ് ഇഫക്റ്റ്, ഓവറോൾ എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? പ്ലസ് ഓർ മൈനസ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ പ്ലസ് ഓർ മൈനസ് എക്സ് വൈ ബൈ 100 ആണ്. ഓക്കെ, -20 പ്ലസ് 15 -20 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 100. ഇവിടെ ഇപ്പോൾ -20 പ്ലസ് 15 എന്ന് പറഞ്ഞാൽ -5 ആണ്. ഇത് രണ്ടും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 5ഉം ഇവിടെ ഒരു 3യും വരും. അപ്പോൾ -3 എന്ന് പറഞ്ഞാൽ -8% ആണ് വരിക. എന്ന് പറഞ്ഞാൽ ഓവറോൾ 8% ഡിക്രീസ്. മൈനസ് വാല്യൂ വന്നാൽ എന്താണ്? 8% ഡിക്രീസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി യൂണിറ്റ് 100 യൂണിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അത് അതിൻ്റെ 8% പോയതിന് ശേഷം 92 യൂണിറ്റേ ഉള്ളൂ. ഓക്കെ, ദ നമ്പേഴ്സ് ഒബ്റ്റെയിൻഡ് ഈസ് 64 ലെസ് ദാൻ ദ ഒറിജിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നമ്പർ നിന്നും എത്ര കുറവാണ്? 64 കുറവാണ്. എത്രയെന്ന് പറഞ്ഞാൽ 8 യൂണിറ്റ് അല്ലേ വ്യത്യാസം എന്ന് പറയുന്നത്, അതല്ലേ 64 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 64 ഡിവൈഡ് ബൈ 8 എന്ന് കിട്ടുമല്ലോ. ഇനി ഫൈൻഡ് ദ ഒറിജിനൽ നമ്പർ. ഒറിജിനൽ നമ്പർ നമ്മൾ 100 ആയിട്ടല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ 100 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 8 × 100 800. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് എല്ലാവർക്കും കിട്ടി കാണുമല്ലോ. ആദ്യമേ ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ ഒരു നമ്പറിനെ ആദ്യമേ ഡിക്രീസ് ചെയ്തേക്കുന്നു 20%, പിന്നെ അതിനെ ഇൻക്രീസ് ചെയ്തേക്കുന്നു 15%. ഒരു നമ്പറിനെ തന്നെ തുടർച്ചയായിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തേക്കുവാണ് പെർസെൻറ്റേജ് വെച്ചിട്ട്. അങ്ങനെ വരുമ്പോൾ ഓവറോൾ ആ നമ്പറിന് എന്താണ്, എത്ര പെർസെൻറ്റേജ് ആണ് സംഭവിച്ചത്, കുറവോ കൂടുതലോ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി നെറ്റ് ഇഫക്റ്റ് എടുത്താൽ മതി. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? നെറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ -8%. -8% എന്ന് പറഞ്ഞാൽ 8% കുറവാണ്. ഇനി അടുത്തത് ആ നമ്പർ എന്ത് ചെയ്യുന്നു? അങ്ങനെ നമ്മൾ കുറയ്ക്കുമ്പോൾ 64 കുറവുള്ള നമ്പറാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ നമ്പറാണ് നമ്മുടെ ചോദ്യം. 64 കുറവുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള വ്യത്യാസം 8 യൂണിറ്റ് ആണ്. 8 യൂണിറ്റ് ആണ് 64 എന്ന് വരുന്നത്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. നമുക്ക് വേണ്ടത് 100 യൂണിറ്റ് ആണ്. അപ്പോൾ 8 × 100 എന്ന് പറഞ്ഞാൽ 800 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യമേ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ചെയ്യാനായിട്ട് നോക്കിയേ. എ പേഴ്സൺ വെന്റ് ഫ്രം എ ടു ബി അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് x km/h and returned from B to A at an average speed of y km/h. What was his average speed during the total journey? ഇതാണ് ചോദ്യം. ചെയ്യാനായിട്ട് നോക്കിയേ. നമുക്ക് പെട്ടെന്ന് പറയാവുന്ന ഒരു ആൻസർ അല്ലേ ഇതെന്ന് പറയുന്നത്. എ പേഴ്സൺ വെന്റ് ഫ്രം എ ടു ബി അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് x km/h എന്ന് പറയുന്നുണ്ട്. എ ടു ബിയിൽ പോയത് x km/h, ബി ടു സി അടുത്തത് ബി എന്ന് എയിലോട്ട് വന്നത് y km/h. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എത്ര? നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് സെയിം ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാർക്കറ്റിലോട്ട് പോകാമെന്ന് വെച്ചോ. നമ്മൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നു. അങ്ങോട്ട് പോയ ദൂരവും ഇങ്ങോട്ട് വന്ന ദൂരവും സെയിം തന്നെയല്ലേ? വ്യത്യാസമൊന്നും വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു 20 കിലോമീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചു എന്ത് തന്നെയാണ്? 20 കിലോമീറ്റർ തന്നെയല്ലേ കാണത്തുള്ളൂ. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇനി നിങ്ങൾ അടുത്തത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2 സ്പീഡ് തന്നിട്ടുണ്ട്. അങ്ങോട്ട് പോയത് എക്സിലും തിരിച്ചു വന്നത് വൈയിലും ആണെന്ന് പറയുന്നുണ്ട്. ഡിസ്റ്റൻസ് സെയിം ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? 2xy ഡിവൈഡഡ് ബൈ x + y ആണ്. ഓക്കെ, ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? 2xy ഡിവൈഡഡ് ബൈ x + y. കണ്ടീഷൻ എന്താ? കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കണം? സെയിം ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇത്രയും മനസ്സിലായോ? ആവറേജ് സ്പീഡ് = 2xy ഡിവൈഡഡ് ബൈ x + y. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇനിയിപ്പോൾ ഡിസ്റ്റൻസ് സെയിം അല്ലായിരുന്നു. ഇപ്പോൾ ഒരാൾ മാർക്കറ്റിലോട്ട് പോകുന്ന ദൂരവും ഒരാൾ ആ സെയിം ആൾ തന്നെ വീട്ടിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ദൂരവും വ്യത്യാസമാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ 2 സ്പീഡിലാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ഓക്കെ, ഇതാണ് ഡിസ്റ്റൻസ് സെയിം അല്ലെങ്കിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ 3 സ്പീഡ് തന്നിട്ടുണ്ട്. ഒരാൾ എയിൽ നിന്ന് ബിയിലോട്ട് പോയി എക്സിൽ, ബിയിൽ നിന്ന് സിയിലോട്ട് പോയത് y km/h. വീണ്ടും അയാൾ എന്ത് ചെയ്യുക? എയിൽ നിന്ന് ബിയിലോട്ട് പോവാന്ന് വെച്ചോ. അയാൾ അപ്പോൾ z km/h പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ്, ഇപ്പോൾ ഇവിടെ ഒരു 3 സ്പീഡുണ്ട്, പക്ഷേ ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 3xyz ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പോൾ ആവറേജ് സ്പീഡ് 3 സ്പീഡ് ഉണ്ടെങ്കിൽ 3xyz ഡിവൈഡഡ് ബൈ xy
പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കാർ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 150 കിലോമീറ്റേഴ്സ് at an average speed of 50 km per hour but return at an average speed of 30 km per hour. What has been its average speed for the whole journey? ഓക്കെ, നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നത് മൊത്തത്തിൽ കവർ ചെയ്യുന്ന 150 കിലോമീറ്റർ ആണ്. 50 കിലോമീറ്റർ പെർ അവറിൽ അയാൾ പോകുന്നതെന്ന് 150 കിലോമീറ്റർ ആണ്. പിന്നെ അയാൾ തിരിച്ചു വരുവാണ്, ഈ സെയിം ദൂരം അയാൾ തിരിച്ചു വരുവാണ് 30 കിലോമീറ്റർ പെർ അവറിൽ. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എത്ര? ക്വസ്റ്റ്യനിൽ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന കേസാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് സെയിം ആണ്. ഈ 150 കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല, ഡിസ്റ്റൻസ് സെയിം ആണല്ലോ. നമ്മുടെ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 സ്പീഡേ ഇവിടെ ഉള്ളൂ. അപ്പോൾ 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ആണല്ലോ. 2 × 50 × 30 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 50 + 30 80. ഇതും കൂടെ ക്യാൻസൽ ചെയ്തു, ഇതും കൂടെ ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു 4 വരും, ഇവിടെ ഒരു 1 വരും. ഇതും കൂടെ ക്യാൻസൽ ചെയ്തു, ഇവിടെ ഒരു 2 വരും, 25 വരും. 25 × 3 75. 75 ഡിവൈഡഡ് ബൈ 2. 75 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 37.5 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇത്രയും മനസ്സിലായോ? കിട്ടിയില്ലേ? ഇത്രയും കാര്യങ്ങൾ കിട്ടി കാണുമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ട് നോക്കിയേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. എ മാൻ ഗോസ് ടു എ പ്ലേസ് ബൈ കാർ അറ്റ് എ സ്പീഡ് ഓഫ് 160 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ അയാൾ അങ്ങോട്ട് പോകുന്നത് 160 കിലോമീറ്റർ പെർ അവറിലാണ്. ആൻഡ് കംസ് ബാക്ക് അറ്റ് എ ലോവർ സ്പീഡ്. തിരിച്ചു വരുന്നത് ഒരു ലോവർ സ്പീഡിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന കേസാകുമ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായി. ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ട് 64. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 2xy ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ ആണെന്ന് മനസ്സിലായി, കാരണം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന കേസാണ്. എന്നിട്ട് സ്പീഡ് അറ്റ് വിച്ച് ഹി കെയിം ബാക്ക്, തിരിച്ചു വന്ന സ്പീഡാണ് ചോദ്യം. ഇവിടെ 64 = 2 × 160 × y ഡിവൈഡഡ് ബൈ 160 + y. ഇനി ഈ 160ഉം ഇതും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 8 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം. 8 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 20 വരും, ഇവിടെ 8 വരും. വീണ്ടും നമുക്കിത് എന്ത് ചെയ്യാം? നമുക്കൊരു 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 വരും, ഇവിടെ 5 വരും. ഇനി അടുത്ത് ഈ രണ്ടും ക്യാൻസൽ ചെയ്തു. 1 = 5y ഡിവൈഡഡ് ബൈ 160 + y എന്നാണ് നമുക്ക് വരിക. ഈ 1 ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 160 + y, ഇത് സാധാരണ കാൽക്കുലേഷൻ ആണ്. 5y എന്ന് കിട്ടും. എവിടെ നിന്ന് 5y + 5y അപ്പുറത്ത് പോകുമ്പോൾ 5y - y = 160. ഇവിടെ നിന്ന് വൈയുടെ വാല്യൂ 4y = 160 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 160 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എത്ര? 40 ആണ് നമുക്ക് ആൻസർ ഇട്ട് കിട്ടുന്നത്. 40 കിലോമീറ്റർ പെർ അവറിലാണ് അയാൾ അങ്ങോട്ട് പോയത്. 160ലും തിരിച്ച് വന്നത് 40ലുമാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. എ ഡ്രൈവർ ഡ്രൈവ് ഹിസ് കാർ around an equilateral triangle shaped ground at a speed of 15 km per hour, 10 km per hour, 18 km per hour on each side respectively. What is his average speed? Okay, ചെയ്യാനായിട്ട് നോക്കിക്കേ.
ഓക്കെ, ഇവിടുത്തെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കേസാണ് പറയുന്നത്. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ഡ്രൈവർ ഡ്രൈവ്സ് ഹിസ് കാർ എറൗണ്ട് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ചുറ്റാകെയാണ് ഡ്രൈവർ കാർ ഡ്രൈവ് ചെയ്യുന്നത്. ഒരു സൈഡിൽ 15 കിലോമീറ്റർ, അടുത്തത് 10 കിലോമീറ്റർ പെർ അവർ, അടുത്തത് 18 കിലോമീറ്റർ പെർ അവറിലാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സെയിം ദൂരം തന്നെയാണ്, പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള സ്പീഡിലാണ് അയാൾ പോകുന്നത്. ആവറേജ് സ്പീഡാണ് ചോദ്യം. ഡിസ്റ്റൻസ് സെയിം ആണ്. 3 സ്പീഡ് ഉണ്ടെങ്കിൽ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 3xyz ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz. ഓക്കെ, അപ്പോൾ 3 × 15 × 10 × 18 ഡിവൈഡഡ് ബൈ, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 150 എന്ന് കിട്ടും. ഇനി 10 × 18 എന്ന് പറഞ്ഞാൽ 180 എന്ന് കിട്ടും. ഇനി അടുത്തത് 15 × 180 അല്ല 15 × 18 എന്ന് പറയുമ്പോൾ നമുക്ക് 270 കിട്ടും. 270 കിട്ടും. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് നോക്കിക്കേ. നമുക്ക് ലാസ്റ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ എന്താണ് വരിക? ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു വാല്യൂ കിട്ടും, അതേ ഡിവൈഡഡ് ബൈ 0 ലാസ്റ്റ് വരും. 7 8 കൂടെ ആകുമ്പോൾ 15, 15 5 കൂടെ ആകുമ്പോൾ 10 അല്ല 20, 2 ഇവിടെ വന്നു, അപ്പോൾ 600 എന്ന് വന്നു. ഓക്കെ, 600. അപ്പോൾ ആ മുകളിലുള്ള വാല്യൂസ് എല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്തേ. താഴെ 600 ആണ് വരുന്നത്. 3 × 15 × 10 × 18. ഓക്കെ, നോക്കിക്കേ, ഈ 10ഉം ഈ വാല്യൂവും ക്യാൻസൽ ചെയ്ത് പോയി. ഇതുകൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 4 വന്നു. ഇനി ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് 2 വന്നു. ഇവിടെ ഒരു 9 വന്നു. 9 × 3 എന്ന് പറഞ്ഞാൽ 27. 27 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 13.5 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 13.5 കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഈ സൈഡ്സ് സെയിം ആണ്, 3 സൈഡ്സും സെയിം ആണെന്ന് തന്നിട്ടുണ്ട്, 3 സ്പീഡും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ 3xyz ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അറിയാവുന്ന ഇത് ചെയ്തോളൂ. എ ട്രെയിൻ വിത്തൗട്ട് എ സ്റ്റോപ്പേജ് ട്രാവൽസ് വിത്ത് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 70 കിലോമീറ്റർ പെർ അവർ ആൻഡ് വിത്ത് സ്റ്റോപ്പേജ് ടു ട്രാവൽ വിത്ത് എ സ്പീഡ് ഓഫ് 56 കിലോമീറ്റർ പെർ അവർ. ഹൗ മെനി മിനിറ്റ് ഡസ് ദ ട്രെയിൻ സ്റ്റോപ്പ് ഓൺ ആൻ ആവറേജ് പെർ അവർ? പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കിയേ. സിമ്പിൾ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. വിത്തൗട്ട് സ്റ്റോപ്പേജ് എന്ന് പറഞ്ഞാൽ നിർത്താതെ പോവുകയാണെങ്കിൽ ആ ട്രെയിനിൻ്റെ സ്പീഡ് 70 കിലോമീറ്റർ ആണ്, 70 കിലോമീറ്റർ പെർ അവർ ആണ് വിത്തൗട്ട് സ്റ്റോപ്പേജ്. 70 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറിലും ദൂരം എത്ര? 70 ആണ്. ഇനി അടുത്തത് വിത്ത് സ്റ്റോപ്പേജ് ആണ്. നിർത്തി പോവുകയാണെങ്കിലോ, സ്റ്റോപ്പേജോട് കൂടിയാണെങ്കിൽ 56 കിലോമീറ്റർ പെർ അവർ ആണ്. എന്ന് പറഞ്ഞാൽ കവർ ചെയ്യുന്നത് ഓരോ മണിക്കൂറിലും 56 കിലോമീറ്റർ ആണ് അയാൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നിർത്തി പോയത് കാരണം ഇയാൾ യഥാർത്ഥത്തിൽ 70 കവർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇയാളല്ല, ട്രെയിൻ യഥാർത്ഥത്തിൽ കവർ ചെയ്യേണ്ടത് 70 ആയിരുന്നു, 56 കവർ ചെയ്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എത്രയേറെ വ്യത്യാസമുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് 14 കിലോമീറ്റർ ആ ട്രെയിനിന് കവർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ലാഗ് ഡിസ്റ്റൻസ്, ഹൗ മെനി മിനിറ്റ് ഡസ് ദ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്ത സമയം എങ്ങനെ കണ്ടുപിടിക്കുന്നേ? സമയമാകുമ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എടുക്കേണ്ടത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 14 ആണ് ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റിയില്ല? 14 കിലോമീറ്റർ ആ ട്രെയിനിന് കവർ ചെയ്യാൻ പറ്റിയില്ല. യഥാർത്ഥത്തിൽ ആ ട്രെയിൻ പൊക്കോണ്ടിരുന്ന സ്പീഡ് ഏതായിരുന്നു? 70 ആയിരുന്നു. അപ്പോൾ 14 കിലോമീറ്റർ 70 കിലോമീറ്റർ പെർ അവർ പോയേണ്ട സമയമാണ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കിടന്നത്.
ഓക്കെ, 14 കിലോമീറ്റർ ആ ഒരു ട്രെയിൻ 70 km/h പോകേണ്ട സമയമാണ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കിടന്നത്. അപ്പോൾ 14 / 70 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 1/5 അവർ. 1/5 അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? ക്വസ്റ്റ്യൻ മിനിറ്റിലല്ലേ, ഇൻറ്റു 60 ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടുന്നത്? 12. ഓപ്ഷൻ സി 12 minutes ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഈ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വിത്തൗട്ട് സ്റ്റോപ്പേജ് ഇല്ലാതെ 70 കിലോമീറ്ററിലായിരുന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ ആ ട്രെയിൻ 70 കിലോമീറ്റർ കവർ ചെയ്യായിരുന്നു. സ്റ്റോപ്പേജ് ഉണ്ടായിരുന്നപ്പോഴോ 56 km/h പോകുന്നത് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 56 കിലോമീറ്ററാണ് ആ ട്രെയിൻ കവർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എത്ര നേരമാണ് സ്റ്റോപ്പ് ചെയ്തിട്ടിരുന്നത് എന്ന് പറയുമ്പോൾ ടൈമിൻ്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡാണെന്ന് നമുക്കറിയാം. ഇവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വ്യത്യാസം, എത്ര നേരമാണ് എത്ര ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യാൻ പറ്റാത്തത്? 14 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ 14 കിലോമീറ്റർ നേരത്തെ ട്രെയിൻ എത്രയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്? 70 km/h പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ 14 / 70 1/5 അവറാണ്. 1/5 അവറിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മിനിറ്റിലോട്ട് ആക്കാൻ വേണ്ടി ഇൻറ്റു 60. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൈസ് ഓഫ് എ ബുക്ക് വാസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 25%, then reduced by 20%. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ ഒറിജിനൽ പ്രൈസ്? അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കിയേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ബുക്കിൻ്റെ പ്രൈസ് ആണെങ്കിൽ ആദ്യം 25% ഡിക്രീസ് ചെയ്യുന്നു, പിന്നെ 20% ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് ഒറിജിനൽ പ്രൈസ്? ഒറിജിനൽ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ആണ്. പെട്ടെന്ന് ചെയ്തേ. RPF SI എക്സാമിന് ആവറേജ് സ്പീഡ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ആ ഒരു ക്ലാസ്സിൽ തന്നെ ആവറേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളും കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. YCT ബുക്കിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുമല്ലോ, അതൊക്കെ എടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് പ്രൈസ്, ഒരു ബുക്കിൻ്റെ വില ആദ്യമേ 25% കൂടി, പിന്നെ 20% കുറഞ്ഞു. അപ്പോഴാണെങ്കിൽ നമ്മുടെ എന്താണ് ചേഞ്ച് ഇൻ ഒറിജിനൽ പ്രൈസ്? ഒറിജിനൽ പ്രൈസ് എത്ര വ്യത്യാസം വന്നു എന്നാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ 25% കൂടി. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു? നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് സക്സസീവ് മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? +or-x +or-y +or-xy/100. ഇവിടെ ഇൻക്രീസ് ബൈ 25 ആണ്, പിന്നെ റെഡ്യൂസ്ഡ് ബൈ 20 ആണ്, പിന്നെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ബൈ 100 കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 5 മൈനസ് ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 4 വന്നു, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് 5 വന്നു. 5 - 5 എന്ന് പറഞ്ഞാൽ എന്താ? 0 വരും. 0% ആണ് വ്യത്യാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നോ ചേഞ്ച്, ഇവിടെ ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൈസ് ഓഫ് റൈസ് ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 25 per kg to 30 per kg. The consumption should be decreased to what percentage so that the expenditure remain the same? ചെയ്യാനായിട്ട് നോക്കിയേ ക്വസ്റ്റ്യൻ. കുറച്ച് സമയം ഞാൻ തരാം, അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ പറഞ്ഞേക്കുന്നത് ദ പ്രൈസ് ഓഫ് റൈസ് ഇൻക്രീസ്ഡ് ഫ്രം 25 to 30 എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് കൺസംഷൻ എത്ര കുറച്ചാലാണ് എക്സ്പെൻഡിച്ചർ മാറാത്തത്. ഇത് പ്രൈസും കൺസംഷനും എക്സ്പെൻഡിച്ചറും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ആണ്. ഇവിടെ പ്രൈസ് 25 per kg, ഓരോ കിലോയ്ക്ക് 25 ആയിരുന്നു ആദ്യം, ഇപ്പം അത് 30 ആയി. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഞാനിപ്പോൾ ആദ്യത്തെ കൺസംഷൻ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ 25 ആണ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ എന്തായിട്ടിരിക്കണം? എക്സ്പെൻഡിച്ചർ സെയിം ആയിട്ടിരിക്കണം. ഇവിടെ 25
25 ഇവിടെ എക്സ്പെൻഡിച്ചർ എന്ത് തന്നെയായിരിക്കണം? 25 ഇവിടുത്തെ കൺസംഷൻ കണ്ടുപിടിക്കുക. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 25/30, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 5/6 കൺസംഷൻ എന്ന് മനസ്സിലായി. ഇനിഷ്യൽ കൺസംഷൻ 1 ആണ്, ഫൈനൽ കൺസംഷൻ 5/6 ആണ്. ഇവരുടെ ഇടയ്ക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര? 1/6 ആണ്. ഓക്കെ, 1 - 5/6. ആദ്യത്തെ കൺസംഷൻ 1 ആയിരുന്നു, ഇപ്പോൾ ആ കൺസംഷൻ എത്ര ആയി? 5/6. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത്? എക്സ്പെൻഡിച്ചർ സെയിം ആയിട്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ 25 വന്നെങ്കിൽ ഇവിടെ 25 തന്നെയാണ്. ഇപ്പം ഇവിടെ 1 എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ 100 വേണമെങ്കിലും എടുക്കാം. 100 എടുക്കുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ കൺസംഷൻ ഉണ്ടാകുന്ന വ്യത്യാസം 1/6 ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1/6 ഡിവൈഡ് ബൈ ഒറിജിനൽ കൺസംഷൻ 1 × 100. അപ്പോൾ 1/6 × 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16, 2/3%. ഒക്കെ നമ്മൾ പഠിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നോക്കിയേ. എ ലേബറർ salary has been increased by 25%. The new salary should be decreased by which percentage so that the initial salary remains the same? പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യമേ ലേബറിൻ്റെ സാലറി 25% ഇൻക്രീസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇനിഷ്യൽ സാലറി ഫൈനൽ സാലറി നമുക്ക് എടുക്കാം. ഇനിഷ്യൽ സാലറി 100 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഫൈനൽ സാലറി 100 യൂണിറ്റ്. ഫൈനൽ സാലറി 25% കൂടെ കൂടി 125 യൂണിറ്റ് ആയി. The new salary should be decreased by which of the percentage so that the initial salary remain the same? എന്ന് പറഞ്ഞാൽ the new salary should be decreased by which percentage so that the initial salary remain the same എന്ന് പറഞ്ഞാൽ ഈ സാലറീനെ എത്ര ശതമാനം കുറച്ചാലാണ് ഇനിഷ്യൽ സാലറിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം 25 യൂണിറ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ 25 യൂണിറ്റ് കുറയ്ക്കണം. എവിടെ നിന്ന് കുറയ്ക്കണം? എത്ര ശതമാനമാണെന്നാണ് ചോദ്യം. എവിടെ നിന്നാണ് കുറയ്ക്കേണ്ടത്? 125 യൂണിറ്റ് നിന്നാണ് കുറയ്ക്കേണ്ടത്. ഇൻറ്റു 100. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു. 1/5 × 100 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20% ആണ് നമുക്ക് ആൻസറായിട്ട് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായ? സാലറി എന്ത് ചെയ്യുന്നു? 25% കൂട്ടി. 100 യൂണിറ്റ് ആയിരുന്നത് 25% കൂട്ടി 125 യൂണിറ്റ് ആയി എന്ന് പറഞ്ഞാൽ ഒരു 25 യൂണിറ്റിൻ്റെ വ്യത്യാസമില്ലേ? 25 യൂണിറ്റ് എവിടെ നിന്നാണ് കുറയ്ക്കേണ്ടത്? 125 എന്നാണ് കുറയ്ക്കേണ്ടത്. 25 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നമ്മുടെ ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ചെയ്യാനായിട്ട് നോക്കിയ ക്വസ്റ്റ്യൻ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് ഫുള്ള് ചെയ്ത് നോക്കണം. നോട്ടായിട്ട് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിരുന്നാലും മതി. പക്ഷേ ഫുള്ള് ചെയ്ത് നോക്കണം നിങ്ങൾ. ക്വസ്റ്റ്യൻ ആദ്യമേ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. The candidate won with 75% of the valid vote in an election. 15% votes were invalid out of 56,000 votes. What is the number of valid votes which the candidate got? Done ചോദ്യം.
ഇവിടെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് പറയുന്നത്? 75% വിന്നറും ഉണ്ട് ലൂസറും ഉണ്ടെന്ന് നമുക്കറിയാം. വിന്നർക്ക് കിട്ടിയത് എത്ര? 75% ഓഫ് ദ വാലിഡ് വോട്ടാണ്. അപ്പോൾ ലൂസർക്ക് 25% ഓഫ് ദ വാലിഡ് വോട്ടായിരിക്കും കിട്ടുന്നത്. ടോട്ടൽ വോട്ട് നമുക്ക് എത്രയാണെന്നറിയാം? 100 യൂണിറ്റ് ആണെന്നറിയാം. ഇനി 15% ഓഫ് ദ വോട്ട് വേറെ ഇൻവാലിഡ് എന്ന് പറയുവാണ്. അപ്പോൾ ഇതിൻ്റെ 15% ഇൻവാലിഡ് ആയിട്ട് പോയി. ബാലൻസ് ഉള്ള എത്രയാ? 85 യൂണിറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 85 യൂണിറ്റിൻ്റെ 75% ആർക്ക് കിട്ടിയത്? വിന്നർക്ക് കിട്ടിയത്. 85 യൂണിറ്റിൻ്റെ 25% ലൂസർക്ക് കിട്ടിയത്. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 15% വോട്ട്സ് വെയർ ഇൻവാലിഡ് ഔട്ട് ഓഫ് 56,000 വോട്ട് എന്ന് പറഞ്ഞാൽ 5,60,000 വോട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള വോട്ടാണ് 100 യൂണിറ്റ്. ആ 100 യൂണിറ്റാണ് 5,60,000 തന്നേക്കുന്നത്. മൊത്തത്തിൽ 5,60,000 വോട്ട് ഉണ്ടായിരുന്നു. അതിൽ 15% ഇൻവാലിഡ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ 100 യൂണിറ്റാണ് 56,000. അവിടെ 1 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 2 0 പോവും, 5,600 എന്ന് കിട്ടും. ഓക്കെ, നമുക്കിനി വേണ്ടത് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വാലിഡ് വോട്ട് വിച്ച് ദ കാൻഡിഡേറ്റ് ഗോട്ട്. അപ്പോൾ 75% വോട്ട് കിട്ടിയ കാൻഡിഡേറ്റിന് എത്ര നമ്പർ ഓഫ് വോട്ടാണ് ഉള്ളത്? അല്ല, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വാലിഡ് വോട്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 75% ഓഫ് എത്ര? വാലിഡ് വോട്ട് എത്ര? 85 യൂണിറ്റ്. ഇവിടെ 3/4 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് 3/4 × 85 യൂണിറ്റിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 1 യൂണിറ്റിൻ്റെ 5,600. അപ്പോൾ ഈ ഇത്രയും യൂണിറ്റിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 3/4 × 85 എന്ന് കിട്ടും. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ 1400 എന്ന് കിട്ടത്തില്ലേ? 1400 × 3 × 85 എന്ന് കിട്ടും. എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 14 × 3 ആകുമ്പോൾ എത്ര വരും? നമുക്കൊരു 42 × 85 × 100 എന്ന് വരും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്തായാലും 0 വരത്തുള്ളൂ. മൾട്ടിപ്ലൈ നോക്കിയാലേ വരത്തുള്ളൂ കേട്ടോ. 85 × 42 സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ് ഞാൻ. നിങ്ങളുടെ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങളിത് നോക്കണ്ട. ഇവിടെ 32 വരും. ലാസ്റ്റ് ഡേറ്റ് 5 10 വന്നു. 20 21 16 ഒരു മിനിറ്റ്, ഇവിടെ എന്തോ മിസ്റ്റേക്ക് വന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 32 വരും, ഒരു 5 10 വരും, 1 വന്നു. ഇനി അടുത്ത 20 21 ആണ്. 21 16 കൂടെയാണ് വരുന്നത്. 37 എന്ന് വരും. 3. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി 357,000 എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. മൊത്തത്തിലുള്ള വോട്ട് 5,60,000 എന്ന് പറയുന്നുണ്ട്. അതിൽ 15% ഇൻവാലിഡ് എന്ന് പറയുന്നുണ്ട്. ഇൻവാലിഡ് പോയി കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് വാലിഡ് വോട്ട്, നമ്മൾ എണ്ണുന്ന വോട്ട്. ആ എണ്ണുന്ന വോട്ടിൻ്റെ 75% വോട്ടാണ് ഒരാൾക്ക് കിട്ടിയത്. അപ്പോൾ അയാൾ ജയിച്ചു കാണുമല്ലോ. ആ ജയിച്ച ആളുടെ വാലിഡ് വോട്ടിൻ്റെ എണ്ണമാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ 75% ഓഫ് 85 ആണ് നമുക്ക് വരിക. അപ്പോൾ 3/4 × 85 എന്ന് നമുക്ക് വാല്യൂ വരും. എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് 1 യൂണിറ്റ് 5,600 എന്ന് കിട്ടി. അപ്പോൾ 5,600 × 3/4 × 85 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കിക്കേ. A seller gets 22% loss on selling a set of books for 1755. What should be the selling price of them for getting 6% profit? അപ്പോൾ ഒരു സെല്ലർക്കാണെങ്കിൽ 22% നഷ്ടം ഉണ്ടായി. എപ്പോഴാണ്? ബുക്സിനെ 1,755 രൂപയ്ക്ക് വിറ്റപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ 6% പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് 22% അല്ലേ പോയേക്കുന്നത്. 20% പോയാൽ തന്നെ 80 ആണ് വരിക. അപ്പോൾ 78%. 78% 1755. കാരണം എ സെല്ലർ 22% gets 22% loss on selling the book at 1755 ആണ്. അപ്പോൾ ഇതെന്താ? സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ മൊത്തത്തിൽ 100% ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 22% പോയി. 78% 1755 എന്ന് പറയുന്നത്.
നമുക്ക് വേണ്ടത് എത്ര ശതമാനമാണ്? 6% പ്രോഫിറ്റ് ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ 106% നമുക്ക് മൊത്തത്തിൽ വേണ്ട സെല്ലിംഗ് പ്രൈസ്. 6% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ 1% എന്ന് പറഞ്ഞാൽ 1755 ഡിവൈഡഡ് ബൈ 78. 106% എന്ന് പറഞ്ഞാൽ എത്ര? 1755 ഡിവൈഡഡ് ബൈ 78 ഇൻറ്റു 106. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഏത് വെച്ച് ക്യാൻസൽ ചെയ്യാം? ഇത് നമുക്ക് ഇത് രണ്ടും കൂടെ 3 വെച്ച് പറ്റുമെന്ന് നോക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു 15 വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ 10 വരുന്നുണ്ട്, 17, 18. നമുക്ക് 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2, 26 വരും. ഇവിടെ 5, ഇവിടെ 8 വരും. ഇവിടെ 5 വന്നു. വീണ്ടും നമുക്ക് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു 53 വന്നു, ഇവിടെ ഒരു 13 വന്നു. ഓക്കെ, ഇത്രയും വന്നില്ലേ? ഇനി അടുത്തത് ഈ 2 നമ്പേഴ്സും കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. 13 × 4 എന്ന് പറഞ്ഞാൽ 52 ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു 4 വന്നു. അപ്പോൾ 52 ആകുമ്പോൾ 58 - 52 എന്ന് പറഞ്ഞാൽ 6 വരും. 6 5 കൂടെ 65. അപ്പോൾ 5 വെച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് കിട്ടുക 45 × 53. ലാസ്റ്റ് ഡേറ്റ് 5 ആണെന്നറിയാം, പക്ഷേ എല്ലാം ലാസ്റ്റ് ഡേറ്റ് 5 ആയതുകൊണ്ട് ഇതിനെ ഫുള്ള് ചെയ്ത് നോക്കുക. 53 × 45 നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്താൽ മതി. എത്ര വരുന്നേ? 2385. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യന് പറയുന്നതെന്ന് പറഞ്ഞാൽ 22% ലോസിന് വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് സെല് ചെയ്യാൻ പറ്റുന്നത് 1755 എന്ന് പറഞ്ഞാൽ 78% എന്ന് പറഞ്ഞാൽ 1755. അപ്പോൾ നമുക്ക് വേണ്ടത് എത്ര? 6% പ്രോഫിറ്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ 106% വരണം. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാലും മതി. 1755 ഡിവൈഡഡ് ബൈ 78 ഇൻറ്റു 106. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2385. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കിക്കേ. An article was sold at a discount of 20% for 2400. Find the selling price of the article if the discount is 25%. ഇതാണ് ചോദ്യം. ചെയ്യാനായിട്ട് നോക്കിക്കേ. ഓക്കെ, നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ആർട്ടിക്കിളിന് 20% ഡിസ്കൗണ്ടിൽ വിറ്റപ്പോഴാണ് 2400 കിട്ടുന്നത്. സെല്ലിംഗ് പ്രൈസ് ആണല്ലോ 2400 എന്ന് പറയുന്നത്. ഓക്കെ, SP 2400. 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മാർക്ക്ഡ് പ്രൈസ് ഇപ്പോൾ 100 ആയിട്ട് എടുക്കുവാണ്. ഡിസ്കൗണ്ട് അവിടെ നിന്നല്ലേ കുറയുന്നത്. അതിന് 20% പോയി 80%-ത്തിനാണ് വിൽക്കുന്നത്. ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 80 യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ 80 യൂണിറ്റ് ആണ് 2400. ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് 2400 ആണല്ലോ. അപ്പോൾ അവിടെ നിന്ന് 1 യൂണിറ്റ് എത്ര? 2400 ഡിവൈഡ് ബൈ 80. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 30 റുപ്പീസ്. 1 യൂണിറ്റ് 30 റുപ്പീസ് ആണെങ്കിൽ നമുക്ക് വേണ്ടത് എത്രയാണ്? ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ഇഫ് ദ ഡിസ്കൗണ്ട് ഈസ് 2000. ഓക്കെ, അപ്പോൾ 25% ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ള സെല്ലിംഗ് പ്രൈസാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സെല്ലിംഗ് പ്രൈസിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. കാരണം ഇവിടെ ഡിസ്കൗണ്ട് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. ഡിസ്കൗണ്ട് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ആകുമ്പോൾ മാർക്ക്ഡ് പ്രൈസ് അറിഞ്ഞാലേ നമുക്ക് ബാക്കി ചെയ്യാനായിട്ട് വരത്തുള്ളൂ. 1 യൂണിറ്റ് 30 ആണെങ്കിൽ ഇവിടെ മാർക്ക്ഡ് പ്രൈസ് 100 യൂണിറ്റ് ആണ്. അപ്പോൾ 100 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 30 × 100 3000.
ഓക്കെ, 3000 റുപ്പീസ്. അപ്പോൾ 3000 എന്ന് പറയുന്നതാണ് നമ്മുടെ മാർക്ക്ഡ് പ്രൈസ്. ആ മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് 25% പോയതിന് ശേഷമാണ് നമ്മൾ വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മാർക്ക്ഡ് പ്രൈസ് 3000-ൻ്റെ 25% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കി 75%-നാണ് വിൽക്കുന്നത്. ഇത് രണ്ടും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 75 × 3 എന്ന് പറഞ്ഞാൽ എത്ര? 2250. ഓക്കെ, ചെയ്യുന്ന മനസ്സിലായോ? മാർക്ക്ഡ് പ്രൈസ് 100 യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു. സെല്ലിംഗ് പ്രൈസ് 20% ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം 80 യൂണിറ്റേ വരത്തുള്ളൂ. ആ 80 യൂണിറ്റ് ആണ് നമുക്ക് തന്നേക്കുന്ന 2400. അവിടെ നിന്ന് 1 യൂണിറ്റ് 30 കിട്ടി. മാർക്ക്ഡ് പ്രൈസ് കിട്ടിയാലല്ലേ ബാക്കി 25% ഡിസ്കൗണ്ടിൽ കൊടുത്ത് എത്രയാണ് വരുന്നതെന്ന് മനസ്സിലാവുന്നേ. അപ്പം നമുക്ക് എന്താണ് വരുന്നത്? 100 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 3000. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? 75% കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 യൂണിറ്റ് എത്ര? 30 നമുക്കിനി കണ്ടുപിടിക്കേണ്ട 100 യൂണിറ്റ് നിന്ന് എത്രയാണ്? 25% ഡിസ്കൗണ്ട് പോയി 75 യൂണിറ്റ് ആണ്. അപ്പോൾ 75 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 30 × 75. ആൻസർ എത്ര? 2250. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലാവാത്തവരെ ഒന്നുകൂടെ കേട്ടൊക്കെ പഠിക്കുക. എന്നിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക എല്ലാ സബ്ജക്റ്റും. ഇപ്പോൾ മാത്സ് ആയാലും റീസണിങ് ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാർക്ക് നോക്കി വിഷമിക്കരുത്. മാർക്ക് നോക്കി വിഷമിക്കാനേ നിൽക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്ക് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. ഹാപ്പി ലേണിംഗ്.